തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് ജയിക്കാൻ വേണ്ട സഹായം ചെയ്തു തരാം, കൊല്ലം കോർപ്പറേഷൻ UDFന് ജയിക്കാൻ വേണ്ട സഹായം ചെയ്തു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളതുപോലുള്ള അറേഞ്ച്മെൻറ്റുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ആ 2 ജില്ലയിലെയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ധാരണ, ഒരു കോർപ്പറേഷൻ BJPക്ക് തിരുവനന്തപുരത്ത് കോൺഗ്രസും UDFും സഹായിക്കുക, കൊല്ലത്ത് LDFനെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെയും UDFനെയും BJP സഹായിക്കുക. ആ ഏർപ്പാടിന് പുറമേ ഈ 2 കോർപ്പറേഷനിലും തിരുവനന്തപുരത്ത് BJPക്ക് ഭരണം കൊടുത്ത സ്ഥലത്ത് UDFൻ്റെ കോർപ്പറേറ്റർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതുപോലെ കൊല്ലത്ത് UDFന് ജയിക്കാനുള്ള സൗകര്യം BJP ചെയ്തു കൊടുക്കുമ്പോൾ അതുമാത്രമല്ല, കൊല്ലം കോർപ്പറേഷനിൽ BJP കൗൺസിലർമാരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ഈ കണക്കുകളെല്ലാം നമ്മുടെ മുമ്പിലുള്ളതാണ്. അപ്പോൾ അതുപോലുള്ള ചില ഏർപ്പാടുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മറച്ചു പിടിക്കാനാണ് CPM BJP ഡീൽ എന്നുള്ള ആക്ഷേപം ഇവരുന്നയിക്കുന്നത്. അത് മറച്ചു പിടിക്കാൻ വേണ്ടി മാത്രമല്ല, മതനിരപേക്ഷ മനസ്സുള്ള കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒരു സംശയം ജനിപ്പിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ച്. വികസനത്തെ മുൻനിർത്തിയിട്ടുള്ള ചർച്ചകളിൽ നിന്നും ശ്രദ്ധ തിരിക്കണം. ഇങ്ങനെയെല്ലാമുള്ള ലക്ഷ്യങ്ങളോടുകൂടിയാണ് UDFൻ്റെ നേതാക്കന്മാർ ഇത്തരം ഒരു ഡീല് ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത്. ഈ RSSൻ്റെ മധ്യപ്രദേശിലെ നേതാവാണ് പിണറായി വിജയൻ്റെ തലയെടുത്തിട്ട് വന്നാൽ കോടികൾ ഇനാം കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചത്. നിങ്ങളൊക്കെ അത് ഓർക്കുന്നുണ്ടാവും. കണ്ണൂരിൽ RSSും BJPയും വ്യാപിക്കുന്നത് തടയാൻ എത്ര സഖാക്കളുടെ ജീവത്യാഗം വേണ്ടി വന്നിട്ടുണ്ട് കണ്ണൂരിൽ. എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPMഉം ഈ RSSൻ്റെ വ്യാപനം തടയാൻ പൊരുതിയിട്ടുള്ളത്? അതും ജനങ്ങൾക്കറിയാവുന്നതാണ്. ഈ 2 കാര്യങ്ങളും കൂടെ ഞാൻ ആമുഖമായി പറയുന്നുള്ളൂ. ഒന്ന്, ന്യൂനപക്ഷങ്ങൾക്കൊപ്പം അവരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറച്ചു നിന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഭൂരിപക്ഷ വിഭാഗമെന്ന് പറയാവുന്ന ഹിന്ദുമതത്തിൻ്റെ വിവിധ ധാരകൾ, അപ്പോൾ ഹിന്ദുമതം എന്ന് ഒരു പരാമർശം നടത്തുന്നത് ശരിയാണോ എന്ന് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ളവർ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ശാക്തേയ മതവും വൈഷ്ണവ ട്രഡിഷനും അങ്ങനെ പല പല ട്രഡിഷനാണ് ഹിന്ദുമതത്തിൻ്റെ ഭാഗമായി. ഹിന്ദുത്വം ഒരു വർഗീയ രാഷ്ട്രീയ പദ്ധതിയാണ്. ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിട്ട് പൊതുവെ നിലനിൽക്കുന്നത്. ആ തർക്കമൊക്കെ നമുക്ക് തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് 80% വരുന്നവർ ഹിന്ദുമതത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്നു എന്നാണല്ലോ കണക്കാക്കപ്പെടുന്നത്. ആ കണക്കൂട്ടലിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെയൊക്കെ കൂടെ ചേർത്തിട്ടാണ്. ആ ഹിന്ദുമതത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് തുല്യമായ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഈ സമ്പ്രദായത്തിൽ. ഇവിടല്ലേ വൈക്കം സത്യാഗ്രഹം എന്ന് വന്നത്? മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരു പങ്കെടുത്തത്. ആ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? ക്ഷേത്രത്തിൻ്റെ സമീപത്തുകൂടി സവർണ വിഭാഗത്തിൽ തന്നെ പെട്ട പിന്നോക്കക്കാർ, വർണ്ണവിഭാഗത്തിൽപ്പെട്ട പിന്നോക്കക്കാർ, പിന്നെ പഞ്ചമർ എന്ന് പറയുന്ന ചാതുർവർണ്ണ്യത്തിന് പുറത്തുള്ളവർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഇവർക്കൊന്നും അതിൻ്റെ അടുത്തൂടെ പോകാൻ പറ്റുമായിരുന്നില്ല. ക്ഷേത്രപ്രവേശനമല്ല, ക്ഷേത്രത്തിന് അടുത്തൂടെ പോകാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടേണ്ടി വന്നു. അപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികൾക്ക് ഒരുപാട് അനീതികൾ മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലുള്ള ബ്രാഹ്മണാധിപത്യ ക്ഷേത്ര ആചാര പദ്ധതികളുടെ ഭാഗമായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെല്ലാം AKGയെ പോലെ, P. കൃഷ്ണപിള്ളയെ പോലെ, EMSനെ പോലെ, വിഷ്ണുഭാരതിയെ പോലെ, വാഗ്ഭടാനന്ദനെ പോലെ മതനിരപേക്ഷ പുരോഗമന ഇടതുപക്ഷ ശക്തികളാണ് ഹിന്ദുമതത്തിലെ ആരാധനാലയങ്ങളിൽ മാറ്റി നിർത്തപ്പെട്ട പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്കടക്കം കടന്നു വരാൻ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് പൊരുതിയിട്ടുള്ളത്. അപ്പോൾ ഹിന്ദുമതത്തിലെ മഹാഭൂരിപക്ഷത്തിന് വേണ്ടി പൊരുതിയിട്ടുള്ളത് ഇടതുപക്ഷമാണ്. ആ പോരാട്ടം തുടരുന്ന ഇടതുപക്ഷമാണ്. ഇപ്പോൾ പാലിയം സമരത്തിൽ ഒരാളെ രക്തസാക്ഷിയായിട്ടുള്ളൂ, അത് കമ്മ്യൂണിസ്റ്റുകാരനാണ്, AG വേലായുധൻ. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഇടതുപക്ഷത്തിനെതിരായിട്ട് ഇപ്പോൾ പലതരത്തിലുള്ള ആക്ഷേപങ്ങളാണ്. ഒന്ന്, ന്യൂനപക്ഷത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു ഇടതുപക്ഷം എന്ന ആക്ഷേപമാണ്. ഒരിക്കലും ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷത്തെ ഉപേക്ഷിക്കാൻ കഴിയില്ല.
എല്ലാതരം ന്യൂനപക്ഷങ്ങൾക്കും ഒപ്പം നിൽക്കുന്നവരാണ് ഇടതുപക്ഷം. ഉദാഹരണത്തിന് ഈ ലൈംഗിക ന്യൂനപക്ഷം, ട്രാൻസ്ജെൻഡേഴ്സിനെതിരായിട്ട് ഇപ്പോൾ ഒരു വലിയ നിയമം ഡൽഹിയിൽ നരേന്ദ്രമോദി കൊണ്ടുവരാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും, ചില മുഖപ്രസംഗങ്ങൾ തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. അവിടെ ഇടതുപക്ഷം വളരെ ശക്തമായി ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ തുല്യാവകാശത്തിന് വേണ്ടി നിൽക്കുകയാണ്. അവർ മനുഷ്യരാണ്, അവർക്ക് തുല്യാവകാശങ്ങളുള്ള നിലപാടാണ്. അപ്പോൾ അതൊരു ന്യൂനപക്ഷമാണ്, ലൈംഗിക ന്യൂനപക്ഷമാണ്. മതന്യൂനപക്ഷം, ഭാഷാ ന്യൂനപക്ഷം, ലൈംഗിക ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ള ഏത് ന്യൂനപക്ഷമാണെങ്കിലും അവരുടെ അവകാശത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുക, പൊരുതുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ സമീപനമാണ്. ഭൂരിപക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞു. ഭൂരിപക്ഷത്തിലെ, അതായത് ഹിന്ദുമതാചാരങ്ങൾ പിന്തുടരുന്നവരിൽ അവർണർ, പിന്നോക്ക ജാതിക്കാർ, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ, അവരാണ് ഭൂരിപക്ഷം ഹിന്ദുമത ആചാരങ്ങൾ പിന്തുടരുന്നത്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും ഇടതുപക്ഷമാണ്, പുരോഗമന പ്രസ്ഥാനമാണ് എന്നും പൊരുതിയിട്ടുള്ളത്. അപ്പോൾ സമൂഹത്തിൽ ആരെല്ലാം അടിച്ചമർത്തപ്പെടുന്നു, ആരെല്ലാം അകറ്റി നിർത്തപ്പെടുന്നു, അവർ ഭൂരിപക്ഷമതമാകട്ടെ, ന്യൂനപക്ഷമതമാകട്ടെ, ഭിന്ന ലൈംഗികത പിന്തുടരുന്നവരാകട്ടെ, ഭാഷാ ന്യൂനപക്ഷങ്ങളാകട്ടെ, അവർക്കെല്ലാം വേണ്ടി ഉറച്ചു നിൽക്കുക, പൊരുതുക, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സമീപനം. മറ്റു പലർക്കും ഈ മതവിഭാഗങ്ങളെ അവരുടെ വോട്ട് ബാങ്കുകളായിട്ട് ഉപയോഗിക്കുക എന്നുള്ള സമീപനമേ ഉള്ളൂ. അവരുടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഉള്ളിലേ ഇവർക്കെല്ലാം സ്ഥാനമുള്ളൂ. അതാണ് വ്യത്യാസം. ഇടതുപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളും ഒരു ഭാഗത്തും, ഭരണവർഗ രാഷ്ട്രീയ പാർട്ടികൾ അവർ മറുവശത്തുമായി നിൽക്കുന്ന വേളയിൽ ഈ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയണമെന്നുള്ളതാണ്. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എടുത്തിട്ടുള്ള സമീപനങ്ങൾ, ഒന്ന്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ക്ഷേത്ര പരിസരത്ത് ഉത്തരേന്ത്യയിൽ ചെന്നാൽ അവരെ ചുട്ടുകൊന്നു കളയും. അങ്ങനെ എത്രയോ അനുഭവങ്ങളാണ് ഉള്ളത്. കേരളത്തിലോ പിണറായി വിജയൻ ഗവൺമെൻറ് വാക്കുകൊണ്ടല്ല, പിന്നാക്ക വിഭാഗത്തിലും പട്ടികജാതി വിഭാഗത്തിലും പെട്ട വിദ്യാഭ്യാസം നേടിയ ആളുകൾ ക്ഷേത്രങ്ങളിൽ പൂജാരികളുടെ ഉത്തരവാദിത്വം ഉൾപ്പെടെ ഏറ്റെടുക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരുന്നവർക്ക് പരിശീലനം കൊടുത്ത് അവരെ പഠിപ്പിച്ച് പൂജാരിയുടെ ഇടയ്ക്ക് ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ശേഷി, വിജ്ഞാനം, വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തിട്ട്, അതിന് വേണ്ട വിജ്ഞാനവും വിദ്യാഭ്യാസവും കൊടുത്തിട്ട് 2 ഡസനിലധികം അത്തരക്കാരെ പൂജാരിമാരായി കേരളത്തിൽ നിയമിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ് ഉത്തരേന്ത്യയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും സ്ഥിതി പരിശോധിക്കുമ്പോൾ.